നടി ഹണി റോസിന്റെ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പരാതിയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തേക്കുമെന്ന് സൂചന കിട്ടിയതോടെയാണ് നീക്കം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണുവും കളി കാര്യമാകുന്നു. പരാതി കൊടുത്താൽ അത് കുറച്ച് സീരിയസ് ആകും എന്ന തിരിച്ചറിവ് രാഹുൽ ഉണ്ടായെന്ന് തോന്നുന്നു, അല്ലേ? ഹാഷ്മി, നേരത്തെ ബോബി ചെമ്മണ്ണൂരിലെ ഇത്തരത്തിൽ അസാധാരണമായ നടപടി പോലീസ് സ്വീകരിച്ചിരുന്ന ഒരു അസാധാരണ വേഗം ആ കേസിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് തൻ്റെ കേസിലും ഉണ്ടാകും, അല്ലെങ്കിൽ തൻ്റെ പരാതിയിന്മേലും ഉണ്ടാകുമെന്ന് രാഹുൽ വിലയിരുത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അപ്രിഹെൻഷൻ ഓഫ് അറസ്റ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. പക്ഷേ ഹണി റോസ് നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തതിൽ അതിൽ പ്രധാനമായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുമോ, അതല്ലെങ്കിൽ ഈ അപകീർത്തി പരാമർശത്തിൽ വരുമോ എന്നൊരു പ്രാഥമിക പരിശോധന നടത്തുകയാണ്. പ്രാഥമികമായ പരിശോധനയിൽ ഇതിൽ അധിക്ഷേപ പരാമർശങ്ങളുണ്ട്, അപകീർത്തിപര പരാമർശങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഒപ്പം ഇന്ന് മറ്റൊരു പരാതി കൂടി രാഹുലിനെതിരെ ലഭിച്ചിട്ടുണ്ട്. പരിശോധിച്ച ശേഷം കേസ് നടപടിയിലേക്ക് കടക്കും. ഇന്ന് തന്നെ കേസെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് രാഹുൽ ഈശ്വർ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച പശ്ചാത്തലത്തിൽ പോലീസ് ഒരു എടുപിടി നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. നാളെ ജാമ്യ ഹർജി പരിഗണിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയുള്ളൂ. ഒരു മുഴുവൻ മുമ്പേ അറിയുകയാണ് രാഹുൽ. ഹാഷ്മി. ഓക്കെ, രാഹുൽ വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തുകയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരു ക്യുക്കായ ഒരു അസാധാരണ നടപടി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന നടപടി ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല, ബോബിയും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ ആ നടപടികളുടെ പശ്ചാത്തലത്തിലാവണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ.